അപ്പോൾ സർവീസ് റിമൈൻഡർ വന്നിട്ടുണ്ട് 65,672 കിലോമീറ്റർ വണ്ടിയായിട്ടുണ്ട്. സോ ടൈം ഫോർ അനദർ സർവീസ്. 60,000-ലാണ് നമ്മൾ ലാസ്റ്റ് സർവീസ് ചെയ്തത്, അതും ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വണ്ടി ഏകദേശം 5,672 കിലോമീറ്റർ ഓട്ടുണ്ട്. ഇപ്പോൾ സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം 5,700 കിലോമീറ്ററോളം ആവും. നെക്സ്റ്റ് സർവീസിന് ടൈം ആയിരിക്കുകയാണ്. ഇതങ്ങനെ മേജർ സർവീസ് ഒന്നും അല്ല, കാരണം കഴിഞ്ഞ സർവീസിലാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സ്പാർക്ക് പ്ലഗ്, എയർ ഫിൽറ്റർ അങ്ങനത്തെ പരിപാടികളെല്ലാം മാറിയത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു മിഡ് സർവീസ് ആണ്. ഓയിൽ ചേഞ്ച് ആണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ബ്രേക്ക് പാഡ്സ് ക്ലീനിങ്, ചെയിൻ ആൻഡ് സ്പ്രോക്കറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് ലൂബ് പോലത്തെ പരിപാടികളാണ്. പക്ഷേ ഇപ്രാവശ്യം എന്താ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ, ഞാൻ ടി വി എസിൻ്റെ ആ ഒരു സ്റ്റോക്ക് എഞ്ചിൻ ഓയിലിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരു എഞ്ചിൻ ഓയിൽ ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പുതിയ എഞ്ചിൻ ഓയിൽ മാത്രമല്ല, പുതിയൊരു ഗ്രേഡും കൂടിയാണ് ഒഴിക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് ആൻ എക്സ്പെരിമെന്റ്. കാരണം വണ്ടി നമ്മൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞു. അപ്പോൾ ഇനി കമ്പനിയുടെ ഭാഗത്തുനിന്ന് വാറണ്ടി വോയിഡ് ആകും എന്നുള്ള പേടിയൊന്നും വേണ്ട. ഓൾമോസ്റ്റ് 60,000 കിലോമീറ്റേഴ്സ് കവർ ആയതുകൊണ്ട് തന്നെ വാറണ്ടി കഴിഞ്ഞിരിക്കുകയാണ് വണ്ടിയുടെ. സോ ഇനി നമുക്ക് വണ്ടിയിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നോക്കാം. വാറണ്ടി കിട്ടാൻ പോകുന്നില്ല. സോ അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ ഒരു ഓയിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാമെന്ന് കുറേ കാലമായിട്ട് ആലോചിക്കുന്നതാണ്. പക്ഷേ വാറണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഇതുവരെ വേണ്ടാന്ന് വെച്ച് മാറ്റി വെച്ചിരിക്കുകയാണ്. സോ ഇപ്പോൾ എന്തായാലും അത് യൂസ് ചെയ്യണം. അപ്പോൾ ഏത് ഓയിലാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ മുന്നിലേക്ക് കണ്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഓയിൽ എടുക്കാനായിട്ട് ആ ഷോപ്പിലോട്ട് പോവാണ്. അതിൻ്റെ ഒരു ഓതറൈസ്ഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് തന്നെ എടുക്കുകയാണ്. ഓൺലൈനൊക്കെ ഓർഡർ ചെയ്താൽ ഫസ്റ്റ് കോപ്പിയും സെക്കൻഡ് കോപ്പിയും ഒക്കെ കിട്ടുമെന്ന് കേട്ടപ്പോൾ അതുകൊണ്ട് വെറുതെ റിസ്ക് എടുക്കുന്ന എന്തിനാണ്, ഒരു ജെന്യൂൻ ബയർ ഡീലറിൻ്റെ നിന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. സോ ആ ഡീറ്റെയിൽസ് നിങ്ങൾ മുന്നോട്ട് കണ്ടോ. എന്തായാലും നമുക്ക് ഓയിൽ എടുക്കാൻ പോകാം. ബാറ്ററി പോകാറായി ഗൈസ്. ബാറ്ററിയുടെ CCA പോയിരിക്കുകയാണ്. അതാണ് വണ്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ടാകാൻ പാടാണ്. ബാറ്ററി മാറ്റി വെക്കണം, ചിലവാ. നമ്മളപ്പോൾ അങ്ങനെ ഓയിൽ വാങ്ങാനായിട്ട് ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. സോ ഇതാണ് നമ്മുടെ ഷോപ്പ്. തിരുവല്ലയിലുള്ള എക്സോട്ടിക് ടോർക്ക് എന്ന് പറയുന്ന ഷോപ്പാണ്. നേരത്തെ നമ്മൾ ഇവിടുന്ന് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒട്ടുമിക്ക എല്ലാ ലൂബ്രിക്കൻ ബ്രാൻഡ്സിൻ്റെയും ജെന്യൂൻ ആയിട്ടുള്ള ലൂബ്രിക്കൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആമസോണിൽ നിന്നൊക്കെ ഓർഡർ ചെയ്യുന്ന കുഴപ്പമാണ്, നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ ഫസ്റ്റ് കോപ്പി ഒക്കെ കയറി വരും. ബോട്ടിലൊക്കെ കണ്ടാൽ സെയിം ആയിരിക്കും, പക്ഷേ അകത്തുള്ള സാധനം ചാത്തനായിരിക്കും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പേടി വേണ്ട. ഇവരുടെ അടുത്ത് നല്ല ജെന്യൂൻ ആയിട്ടുള്ള സാധനം തന്നെയാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇപ്രാവശ്യം ഒഴിക്കാൻ പോകുന്ന എഞ്ചിൻ ഓയിൽ. കാസ്ട്രോളിൻ്റെ പവർ ഓൺ അൾട്ടിമേറ്റ് 10W40. അപ്പോൾ എന്തുകൊണ്ടാണ് 10W30 10W40 പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു സാധനം ഈ ഒരു ഗ്രേഡിൽ കിട്ടാനേ ഇല്ല. 10W40 ആണ് പിന്നെയുള്ള ഗ്രേഡ്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ 10W40 യൂസ് ചെയ്യാൻ, കാരണം വലിയ വ്യത്യാസം വരുന്നില്ല. നമ്മുടെ വിൻ്റർ ഗ്രേഡ് സെയിം തന്നെയാണ്, 10ൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. സോ അങ്ങനെ വണ്ടിക്ക് വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും വരാൻ പോകുന്നില്ല. ഇനി എന്തെങ്കിലും കുഴപ്പം വന്നാൽ തന്നെ നമുക്ക് നോക്കാം. 730 രൂപയാണ് ഇതിൻ്റെ 1 ലിറ്ററിൻ്റെ ബോട്ടിലിൻ്റെ പ്രൈസ് വരുന്നത്. അങ്ങനെ 2 ബോട്ടിൽ നമ്മൾ വാങ്ങേണ്ടി വരും, കാരണം റോഡിന് 1300 ml ആണ് എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സോ 2 ബോട്ടിൽ നമ്മൾ എടുക്കും. ഇതല്ലാണ്ട് ഇവിടെ ഏതൊക്കെ ബ്രാൻഡാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ വരുന്നത് ലിക്കുമോളി ഉണ്ട്. കണ്ടില്ലേ, ലിക്കുമോളിയുടെ എഞ്ചിൻ ഓയിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതെല്ലാം ഇമ്പോർട്ടഡ് ആണ്. അതേപോലെ തന്നെ മോട്ടോറെക്സ് ഫ്രം സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള മോട്ടോറെക്സ് വരുന്നുണ്ട്. 10W50 KTM-നൊക്കെ ഒഴിക്കാൻ പറ്റിയ ഗ്രേഡാണിത്. ആംസോയിലിൻ്റെ ഫുള്ളി സിന്തറ്റിക് ആയിട്ടുള്ള എഞ്ചിൻ ഓയിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒട്ടുമിക്ക എല്ലാ ഗ്രേഡും ഇവിടെ ഉണ്ട് കേട്ടോ. ഈ വെച്ചിരിക്കുന്ന ബോട്ടിലിൻ്റെ ഗ്രേഡ് മാത്രം നിങ്ങൾ നോക്കണ്ട. ഇതിപ്പോൾ 20W50 ആണ്. ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ ഗ്രേഡും, എല്ലാ എഞ്ചിൻ ഓയിലിൻ്റെ എല്ലാ ഗ്രേഡും ഇവിടെ അവൈലബിൾ ആണ്. റോവിൻ്റെ വരുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഇതാ അഡിനോൾ തപ്പി നടക്കുന്നവർക്ക് അഡിനോൾ, നിങ്ങൾക്ക് ജെന്യൂൻ ആയിട്ടുള്ള അഡിനോളിൻ്റെ എഞ്ചിൻ ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഷെൽ അഡ്വാൻസ്, ഈ സാധനം അടുത്തത് ഒഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത സർവീസിൽ ഇത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം കാസ്ട്രോൾ വെച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട്. അതുപോലെ തന്നെ മോട്ടോൾ 300V പ്രീമിയം സാധനം, ഇതും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോട്ടോളിൻ്റെ 7100 ഒട്ടുമിക്ക എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. KTM-ലൊക്കെ ബെസ്റ്റ് ഓയിലാണിത്. 7100 ടൂറിംഗ് ബൈക്സിലൊക്കെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഓയിലാണ്. അതേപോലെ സിൽക്കോളിൻ്റെ എഞ്ചിൻ ഓയിൽ ഇവിടെ അവൈലബിൾ ആണ്. എനിക്കതിൻ്റെ കേരളത്തിൽ ഇത്രയും ബ്രാൻഡ്സ് ഒറ്റ കുടക്കീഴിൽ കിട്ടുന്ന വേറെ ഏതെങ്കിലും ഷോപ്പ് ഉണ്ടോ എന്നുള്ളത്. തിരുവല്ല എക്സോട്ടിക് ടോർക്ക്, ഇവർക്ക് ഓൾ ഓവർ കേരള ഷിപ്പിങ്ങും അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് ഇവരുടെ അടുത്ത് നിന്ന് ഏത് ഓയിൽ വേണമെന്നുണ്ടെങ്കിലും ഓർഡർ ചെയ്യാം. നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും ഇവരത് അയച്ചു തരുകയും ചെയ്യും. സോ ഇത്രയും കളക്ഷൻസ് ഇവരുടെ അടുത്തുണ്ട്. ഒട്ടുമിക്ക എല്ലാ എഞ്ചിൻ ഓയിൽ ഗ്രേഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ കിട്ടാൻ ഏറ്റവും പാടുള്ള ഐറ്റമാണ് ഈ എഞ്ചിനൈസിൻ്റെ കൂളൻ്റ് എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് കൂളൻസ് ഇൻ ദ മാർക്കറ്റാണിത്, എഞ്ചിനൈസിൻ്റെ. അപ്പോൾ ഇത് അവൈലബിലിറ്റി ഇപ്പോൾ കുറച്ച് സ്റ്റോക്കാണ്. 1.8 ലിറ്ററിൻ്റെ ബോട്ടിൽ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഇവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇതും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നൈസ് സാധനമാണ്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ് ഈ ഒരു E20 ഫ്യൂവൽ കൊണ്ടിട്ടുള്ള പ്രശ്നം. സോ അതിന് പറ്റിയ സാധനമാണ് ഈ ഫ്യൂവൽ ഡോക്ടറിൻ്റെ ഫ്യൂവൽ അഡിക്റ്റീവ്. ഇത് നമ്മൾ നമ്മുടെ പെട്രോൾ അടിച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നതാണ്. ഫ്യൂൽ സ്റ്റെബിലൈസറാണിത്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് കൂടുതലായതുകൊണ്ട് തന്നെ എഞ്ചിനകത്തും നമ്മുടെ ഫ്യൂൽ സിസ്റ്റത്തിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ഐറ്റം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റും ഇങ്ങനെയുള്ള മറ്റ് ഒത്തിരി പ്രൊഡക്ട്സ് ഇവരുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ഈ ഒരു സാധനം ഭയങ്കര ഫേമസ് ആണ് ആക്ച്വലി. ഇത് ഇപ്പോൾ ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള പ്രൊഡക്ട്സ് മൊത്തം എടുത്ത് പരിചയപ്പെടുത്താനൊന്നും ഇപ്പോൾ നമുക്ക് ടൈം ഇല്ല. അതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ വന്ന കുറേ പ്രൊഡക്ട്സ് ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയത്. ഒരുപാട് പ്രൊഡക്ട്സ് ഇവരുടെ അടുത്തുണ്ട്. ഇങ്ങനെ നോക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം ഇത് നോക്കേണ്ട പോലെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ ഇടയ്ക്കിടെ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടെയുള്ള
ഓരോ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ തന്നെ കാണിച്ചുകൊണ്ട് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്കിപ്പോൾ 2 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. 1 ലിറ്ററിൻ്റെ 2 ബോട്ടിലാണ് 750 വെച്ചിട്ടാകുമ്പോൾ ഇതിന് 1500 രൂപയാണ് നമുക്ക് പ്രൈസ് ആവുന്നത്. നമ്മളിപ്പം റൂണിൻ്റെ അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ഒരു 1000 രൂപ 1100 രൂപയ്ക്കുള്ളിൽ ആവുണ്ടായിരുന്നുള്ളൂ ഓയിൽ. ഇതിപ്പോൾ എക്സ്ട്രാ 700 ml നമുക്ക് എക്സ്ട്രാ വരും. അതുകൊണ്ട് 1500 രൂപ ഇതിന് ചിലവ് വരും. പക്ഷേ നമുക്ക് നോക്കാം ഒഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള വല്ല ഡിഫറൻസും ഉണ്ടോ എന്നുള്ളത്. ഏകദേശം നമ്മുടെ വണ്ടി സർവീസിന് കയറ്റുകയാണ്. കോട്ടയം ന്യൂസിലെത്തി.
പണിയെല്ലാം കഴിഞ്ഞ് വണ്ടി കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഇതായിരിക്കുന്നു പുറകിൽ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ഈ ഒരു 10W40 കാസ്ട്രോൾ പവർ 1 അൾട്ടിമേറ്റ് സിന്തറ്റിക് ഓയിൽ ഒഴിച്ചിട്ട് വണ്ടിയുടെ പെർഫോമൻസ് ഉള്ളത്. ഇതുവരെ നമ്മൾ ടി വി എസിൻ്റെ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതും സിന്തറ്റിക് ആണ്. സോ അതിൽ നിന്ന് മാറുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതും നല്ലൊരു ഓയിൽ തന്നെയായിരുന്നു. ഞാൻ ഈ ഒരു 60-65 കിലോമീറ്റർ ഓടിച്ചത് അതിൽ തന്നെയാണ്. അങ്ങനെ പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്കതിൽ പറയാനില്ല. അഫോർഡബിൾ പ്രൈസ് എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഉടനെ ഉണ്ടാകുന്നതാണ്. 60,000 കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരെണ്ണം ചെയ്യാമെന്ന്. പക്ഷേ അന്നേരമാണ് വണ്ടിക്ക് പിന്നെ നല്ല ഓട്ടം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ അടുത്ത സർവീസിലൂടെ കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ആ സർവീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഉടനെ തന്നെ വണ്ടിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഐ വിൽ കീപ് യു ഗൈസ് പോസ്റ്റഡ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു എക്സോട്ടിക് ടോർക്ക് ആൻഡ് കോട്ടയം TVS. ഇന്ന് സൺഡേ ആയിട്ട് കൂടി എനിക്ക് ഓയിലും കിട്ടി, അതുപോലെ തന്നെ വണ്ടിയും സർവീസ് ചെയ്ത് കിട്ടി. അത് ഈ 2 ആളുകളും ഉണ്ടായിരുന്നുകൊണ്ടാണ്. സോ താങ്ക് യു ഫോർ യുവർ സർവീസ് ഗൈസ്. അപ്പോൾ 2 കൂട്ടരെയും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ എക്സോട്ടിക് ടോക്കിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് TVS വാഹനങ്ങൾ സർവീസ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കോട്ടയം TVSനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സൺഡേസിലും അവരുടെ വർക്ക്ഷോപ്പ് ഓപ്പൺ ആണ്.